ക്രിസ്മസ് പുതുവത്സര ബമ്പർ നറുക്കെടുപ്പ് പ്രഖ്യാപിച്ചു. ഒന്നാം സമ്മാനമായ 20 കോടി XD 387132 എന്ന നമ്പറിനാണ് ലഭിച്ചത്. രണ്ടാം സമ്മാനമായ 1 കോടി രൂപ 20 പേർക്കാണ് ലഭിച്ചത്. ഒന്നാം സമ്മാനം കണ്ണൂർ ഇരിട്ടിയിൽ വിറ്റ ടിക്കറ്റിനാണ്. ടിക്കറ്റ് വിറ്റത് ഇരിട്ടിയിലെ മുത്തു ലോട്ടറി ഏജൻസിയാണ്. വിവരങ്ങളുമായി സന്തോഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സന്തോഷ്, ആരാണ് ആ ഭാഗ്യവാൻ എന്ന് കണ്ടെത്താനായിട്ടുണ്ടോ? അജിംഷാദ്, ആർക്കാണ് ഈ ടിക്കറ്റ് ഭാഗ്യവാൻ ആരാണെന്ന് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരമില്ല. എന്നാൽ ഇരിട്ടിയിലെ മുത്തു ലോട്ടറി ഏജൻസിയിൽ നിന്നും 10 ലോട്ടറികൾ, സത്യൻ എന്നു പേരായ ഒരാളാണ് 10 ലോട്ടറികൾ എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തെ ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്നാൽ ഈ 10 ലോട്ടറികളിൽ ഈ സമ്മാനാർഹമായ ടിക്കറ്റ് മറ്റാർക്കെങ്കിലും വിറ്റിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉൾപ്പെടെ ഏജൻസിക്ക് വ്യക്തതയില്ല. ചക്കരക്കല്ല് ഹെഡ് ഓഫീസ് ഉള്ള, അതോടൊപ്പം തന്നെ ഇരിട്ടിയിൽ ബ്രാഞ്ചുള്ള മുത്തു ലോട്ടറി ഏജൻസിയാണ് ഈ ടിക്കറ്റ് വിറ്റിട്ടുള്ളത്. ഇരിട്ടി മേലെ ബസ് സ്റ്റാൻഡിലാണ് മുത്തു ലോട്ടറി ഏജൻസി ഉള്ളത്. 24-ാം തീയതി, കഴിഞ്ഞ മാസം 24-ാം തീയതി വിറ്റ ടിക്കറ്റിലാണ് ഈ ഇപ്പോൾ ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. ഏതായാലും വൈകാതെ തന്നെ ഈ ബമ്പർ ഭാഗ്യവാനെ കണ്ടെത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. അജിംഷാ, അത് തന്നെ, ഈ 10 ടിക്കറ്റ് എടുത്ത സത്യൻ അത് വിൽപ്പനയ്ക്കാണോ വാങ്ങുന്നത് സാധാരണഗതിയിൽ, അതോ 10 ടിക്കറ്റായി സ്വയം വാങ്ങുകയായിരുന്നോ? എന്താണ് ഈ മുത്തു ഏജൻസി നമ്മളോട് പറഞ്ഞത്? അതായത് ഈ മുത്തു ഏജൻസിക്ക് സബ് ഏജൻസികളൊന്നും ഇല്ല. ഈ സത്യൻ എന്ന് പറയുന്നത് സബ് ഏജന്റുമല്ല. 10 ടിക്കറ്റുകൾ അടങ്ങിയ ഒരു ബുക്ക് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. എന്നാൽ ചില ആളുകൾ, അവിടെയുള്ളവർ, ഈ സബ് ഏജന്റുമാർ അല്ലാത്തവർ പോലും ഇത്തരത്തിൽ ടിക്കറ്റുകൾ ബുക്ക് ആയി വാങ്ങി, കെട്ടുകളായി വാങ്ങി ചെറുകിട കച്ചവടം നടത്തുന്നുണ്ട് എന്നുള്ള വിവരവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഈ സത്യന്റെ കൈവശമുണ്ടോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അജിംഷ. ശരി, സന്തോഷ്.